പ്രിയപ്പെട്ട സുഹൃത്തേ, ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രമേൽ അസ്വസ്ഥമാണെന്ന് എനിക്കറിയാം. രാത്രിയിൽ ഉറക്കം വരാതെ നെഞ്ചിലൊരു വലിയ ഭാരവുമായി നിങ്ങൾ എത്ര വട്ടം ആകാശം നോക്കി നെടുവീർപ്പിട്ടിട്ടുണ്ടാകും. ഇനി എന്ത് എന്ന ചോദ്യം ഒരു വലിയ മതിലായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടാകാം. ബാങ്ക് നോട്ടീസുകളും കടക്കാരുടെ ഫോൺ കോളുകളും നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടാകാം. പക്ഷേ ഒന്ന് നിർത്തൂ, ആഴത്തിലൊരു ശ്വാസമെടുക്കൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് അല്ല നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത്. കടമെന്നത് ഒരു സാമ്പത്തിക അവസ്ഥ മാത്രമാണ്. അതൊരിക്കലും നിങ്ങളുടെ സ്വഭാവമല്ല. ലോകത്തെ വിസ്മയിപ്പിച്ച പല വലിയ മനുഷ്യരും ഒരിക്കൽ നിങ്ങളെപ്പോലെ തകർന്നുപോയവരാണ്. അവർ തിരിച്ചുവന്നത് അവരുടെ ആത്മവിശ്വാസം കൈവിടാത്തതുകൊണ്ടാണ്. നിങ്ങൾ തോറ്റുപോയി എന്ന് ലോകം പറയുന്നുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ പോരാളി മരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിനിയും ജയിക്കാൻ കഴിയും. ബാധ്യത വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഒളിച്ചോടുക എന്നതാണ്. ഭയം നിങ്ങളെ വേട്ടയാടാൻ അനുവദിക്കരുത്. എത്ര വലിയ കടമാണെങ്കിലും അത് കൃത്യമായി ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക. ഭയത്തെ നേരിടുക. കടം തന്നവരോട് മാന്യമായി സംസാരിക്കുക. എനിക്ക് സമയം വേണം, ഞാൻ തരും എന്നുറപ്പിച്ചു പറയുക. ഒളിച്ചോടുന്നവനെ ലോകം വേട്ടയാടും, എന്നാൽ ധൈര്യത്തോടെ മുന്നിൽ നിൽക്കുന്നവനെ ലോകം ബഹുമാനിക്കും. സുഹൃത്തേ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കുടുംബം നിങ്ങൾക്കുണ്ട്. അവർക്ക് പണത്തേക്കാൾ വലുത് നിങ്ങളെയാണ്. സാമ്പത്തിക തകർച്ചയുടെ പേരിൽ ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ പോയാൽ ആ കടമില്ലാതാകില്ല. പകരം അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതകാലം മുഴുവനുള്ള കണ്ണുനീരായി മാറും. അതുകൊണ്ട് അവർക്കുവേണ്ടി ജീവിക്കുക. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ പരിമിതികൾ നാളെ നിങ്ങളുടെ വിജയഗാഥയിലെ ഏറ്റവും കരുത്തുള്ള അധ്യായങ്ങളായി മാറും. ഇന്നുമുതൽ ചെറിയ ചുവടുവെപ്പുകൾ തുടങ്ങുക. കിട്ടുന്ന ഓരോ രൂപയും മൂല്യമുള്ളതാണ്. ആഡംബരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത കുഴിച്ചുപൂടുക. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയാത്ത ഒന്നുമില്ല. തുള്ളിതുള്ളിയായി കടലുണ്ടായതുപോലെ ചെറിയ സമ്പാദ്യങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തീർക്കും. അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഫോൺ മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ ജ്വലിക്കണം. ഞാൻ തോൽക്കില്ല എന്ന ഉറച്ച തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇരുട്ടെത്ര കനത്തതായാലും ഒരു ചെറിയ വെളിച്ചത്തിന് അതിനെ മായ്ക്കാൻ കഴിയും. ആ വെളിച്ചം നിങ്ങളുടെ പ്രതീക്ഷയാണ്. വീണ്ടും ചിരിക്കുക, വീണ്ടും സ്വപ്നം കാണുക. കാലം നിങ്ങൾക്കനുകൂലമായി മാറുക തന്നെ ചെയ്യും. നിങ്ങൾ അതിജീവിക്കും, നിങ്ങൾ വിജയിക്കും. ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടുന്ന ഒരു ദിവസം വരും. അതുവരെ ഇരുട്ട് എത്ര കനത്തതായാലും ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചത്തിന് അതിനെ മായ്ക്കാൻ കഴിയും. ആ വെളിച്ചം നിങ്ങളുടെ പ്രതീക്ഷയാണ്. നമ്മൾ ജനിച്ചത് തോറ്റുകൊടുക്കാനല്ല, ജയിക്കാനാണ്. ഈ കടബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അധ്യായം മാത്രമാണ്. അതൊരിക്കലും നിങ്ങളുടെ ജീവിത പുസ്തകമല്ല. അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. കാലം നിങ്ങൾക്ക് അനുകൂലമായി മാറുക തന്നെ ചെയ്യും. വീണ്ടും ചിരിക്കുക, വീണ്ടും സ്വപ്നം കാണുക. വിജയം നിങ്ങളുടേതാണ്.